നമസ്കാരം കൂട്ടുകാരെ. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആർദ്രയാണ് ഇന്നത്തെ ഗസ്റ്റ്. സ്വാഗതം ചെയ്യാം. ആർദ്ര, നമസ്കാരം. 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 ആദ്യമായിട്ട് കാണുകയാണ്. അതെ അതെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ ആദ്യം തന്നെ. എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കാരണം ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പൊ ഫുഡുകൾ കുറെ കഴിക്കാൻ ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ വരുന്ന കുറച്ച് പേര് എല്ലാവർക്കും കുക്കിങ്ങും ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ കുക്കിംഗ് അവർക്ക് ഭയങ്കര പാഷൻ ആയിട്ടുള്ളവരുണ്ട്. നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ഞാൻ ആക്ച്വലി നല്ല മടിച്ചാണ്. പക്ഷെ എന്നാലും കുറെ ആൾക്കാർ നമ്മുടെ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അഭിപ്രായം പറയണേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഒരാൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവരത് കണ്ടിട്ട് ഇത് സൂപ്പറാണ്, അടിപൊളിയാണ്, വാവ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആ കുക്ക് ചെയ്ത് ആൾക്ക് ഭയങ്കര സന്തോഷം. അതെ അതെ. അവർ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചോദിക്കും. ഫാമിലിയിലെ ഏറ്റവും ബെസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ അവിടെ വീട്ടിൽ ഉണ്ടാക്കിയത്, അമ്മയൊക്കെ ഉണ്ടാക്കിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? അമ്മ നല്ലൊരു കുക്കാണ്. അമ്മയും അമ്മൂമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ പഠിച്ചു തന്നെ അവരുണ്ടാക്കണത്. നിങ്ങളുടെ മക്കളും ഇനി പറയണം എന്റെ അമ്മൂമ്മയും അമ്മയും എന്റെ ആ രീതി ജനറേഷൻ നെക്സ്റ്റിലോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പേരോട് അതിനകത്ത് വരണം കേട്ടോ. അതെ, ഇപ്പൊ ഞാൻ ആക്കി വരുന്നുണ്ട്. ഞാൻ അമ്മ ഉണ്ടാക്കുന്നേക്കാളും ഞാൻ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അമ്മൂമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? അമ്മൂമ്മ ഉണ്ടാക്കുന്നതില് സാമ്പാർ നന്നായിട്ട് ഉണ്ടാക്കും. ഞാൻ ആക്ച്വലി വയനാടാണ് ജനിച്ചതും വളർന്നതൊക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു കൊല്ലം സാറിന്റെ ആ സൈഡിലേക്കൊക്കെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡിഫറെന്റ് ആണ്. നമ്മളെവിടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ട് അങ്ങനത്തെ ഒരു സാമ്പാർ. അപ്പൊ അമ്മൂമ്മ സാമ്പാർ നന്നായിട്ട്. അമ്മയുടെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയാനാണെങ്കിൽ മീൻ പീര എന്ന് പറയും. ചെറിയ പൊടി മത്സ്യമൊക്കെ തോരൻ പോലെ അത് ഏറ്റവും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് വന്നേക്കുന്നത് ഒരു കുറച്ച് ഫ്യൂഷൻ, കുറച്ച് വെസ്റ്റേൺ, കുറച്ച് നാടൻ എല്ലാം കൂടെ മിക്സ് ആണ്. സ്ക്വിഡ് ആണ്. ഓക്കെ, സ്ക്വിഡ് കുറച്ച് മറിനേറ്റ് ചെയ്ത് പാൻ ഫ്രൈ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഓറഞ്ച് സോസ് ഉണ്ട്. അപ്പോൾ അതൊരു വെസ്റ്റേൺ സാധനമാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ആർദ്രയുടെ കഥകളൊക്കെ പറയണം. ഇപ്പൊ ആർദ്ര എന്തൊക്കെയാണ് ഈ വർഷത്തെ പ്രൊജക്ടുകൾ? അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സിലെ തന്നെ സുഗമോദേവി എന്ന് പറഞ്ഞിട്ട് പ്രോജക്ട് ചെയ്യണു. അതിൽ ഗൗരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യണത്. നല്ലൊരു ക്യാരക്ടറാണ്. ടീച്ചറാണ്, ഒരു അംഗൻവാടി ടീച്ചറാണ്. ഒരു ഒരു നാടൻ ഒരു ഗ്രാമത്തിലുള്ള ഒരു ടീച്ചർ, സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ക്യാരക്ടറാണ്. ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഈ സ്ക്വിഡിനെ ഒന്ന് മറിനേറ്റ് ചെയ്യാണ്. ബ്ലാക്ക് പെപ്പർ, അത് നമ്മൾക്ക് ഈ സീ ഫുഡിന് കുരുമുളക് എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ളൊരു. ഞാൻ അത്ര സീ ഫുഡ് ലവർ അല്ല, പക്ഷെ ഞാൻ ആകെ സീ ഫുഡിൽ കഴിക്കണ സ്ക്വിഡും പ്രോൺസും. എന്തായാലും നന്നായി. അത് കുറച്ച് സീ സോൾട്ട് ആണ്. അതിനകത്ത് തന്നെ കുറച്ച് ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് വേണം. കുറച്ച് ഗാർലിക്. ഞാനിത് വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യാൻ ഉറപ്പില്ല, ട്രൈ ചെയ്യും. കുറച്ച് പച്ചമുളക്, ലേശം കറി ലീവ്സ്, ഒരു പൊടിക്ക് ഗാർലിക് പേസ്റ്റ് കൂടാണ്, കുറച്ച് എണ്ണ. ഓക്കെ, ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുക. സ്ക്വിഡിനകത്ത് ബ്ലാക്ക് പെപ്പർ, സീ സോൾട്ട്, ഗാർലിക്, ജിഞ്ചർ, കറി ലീവ്സ്, അതുപോലെ പച്ചമുളക്, കുറച്ച് എണ്ണ ഒഴിച്ച്. ഇത് അടിപൊളി. ഞാൻ നോർമലി സ്ക്വിഡ് കിട്ടുമ്പോൾ സ്ക്വിഡ് മസാല ഇതൊന്നല്ല, ഇത് സിമ്പിൾ ആയിട്ട് കുറച്ച് വേറെ തരം കുറച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫ്യൂഷൻ ആണ്. കുറച്ച് വെസ്റ്റേൺ കേരള എല്ലാം കൂടെ ടച്ച് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെയുള്ള സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് മറിനേറ്റ് ആയിട്ട് ഇരുന്നോട്ടെ. ഇപ്പോൾ ഇതിൻ്റെ സോസ് നമ്മളൊരു ഓറഞ്ച് ചട്നിയാണ്. അപ്പോൾ ഓറഞ്ച് ചട്നി, ഇത് ഓറഞ്ചും സീ ഫുഡിനകത്ത് പ്രത്യേകിച്ച് ആ ഒരു വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ഭയങ്കര ആളുകൾക്ക് താല്പര്യമുള്ളതാണ് ഈ ഓറഞ്ച്. അതുപോലെ ഫ്രൂട്ട്, പീച്ച്, മെൽബ, ഇങ്ങനെയൊക്കെയുള്ള പലതരം ആപ്രിക്കോട്ട്, ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ്. ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ. ഞാൻ എപ്പോഴും കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരത് ചോദിക്കണം, ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരത് ചോദിക്കണം. നമ്മൾ പറയാറില്ലേ ഫിഷ് കഴിക്കുമ്പോൾ തൈര് കഴിക്കാൻ പാടില്ല, അതിന്റെ കൂടെ എന്തോ. അതെ അതെ അതെ, അതൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലത്തെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ പണ്ട് ഇങ്ങനെ ആളുകൾ ആയുർവേദ പ്രകാരമൊക്കെ പറയുന്നതാണ്. സയന്റിഫിക്കലി അതൊന്നും പ്രൂവ് ആയിട്ടില്ല. ഇത് ചേർത്ത് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ടേ ഉള്ള റെസിപ്പികൾ ഞാൻ കഴിച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിൽ, തൈരും മീനൊക്കെ ചേർത്ത്. അപ്പം അതൊക്കെ ഒരു ചിലരുടെ വിശ്വാസങ്ങളാണ്. അത് സയന്റിഫിക്കലി എത്രത്തോളം പ്രൂവ് ചെയ്തെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് ലേശം എണ്ണ ഒഴിച്ചു, ലേശം ജീരകം, പെരുംജീരകം, ഓറഞ്ചിൻ്റെ തൊലിയുടെ പീലാണ്. ഓക്കെ, അതിൻ്റെ സ്കിന്നാണിത്. അപ്പോൾ സ്കിൻ പൊട്ടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സെസ്റ്റ് എന്ന് പറയും. ഒരു ഇത്തിരി ബട്ടർ കൂടി ഇട്ടു. അതിലേക്ക് ഈ ഓറഞ്ചിൻ്റെ ഇത് ഉണ്ടോ, അത് കറക്റ്റായിട്ട് സ്കിന്നൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓറഞ്ച് പീസസ് ആണ്. ഇതിൽ നമ്മുടെ നാടൻ ഇത് ജീരകവും പെരുംജീരകവും കൂടെ ഇട്ട് ബട്ടർ. യെസ്, അതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. ഓറഞ്ചിൻ്റെ സ്കിൻ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ സെസ്റ്റ് എടുത്തത്. അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഇതേപോലെ സ്കിന്നൊക്കെ മാറ്റി അത് പിഴിഞ്ഞ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിനകത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും.
അതിനകത്തൊന്ന് കുറുകി വരുമ്പോൾ അതിനെ തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് സഹിക്കുക. ഈ ഓറഞ്ച് ചട്നി റെഡിയാണ്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വിനിഗർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് സ്വീറ്റിന് വേണ്ടിയിട്ട് ലേശം പഞ്ചസാര, ഒരു പൊടിക്ക് അതിൻ്റെ ഫ്ലേവർ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കല്ലുപ്പൂടി ഇടുകയാണ്. എന്നിട്ട് ഇത് റെഡി ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ വിനിഗർ അല്ലെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതൊന്ന് കുറുകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സ്ക്വിഡിനെ റെഡിയാക്കുകയാണ്. ബട്ടർ. ഇതുപോലെ വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ. യെസ്. പണ്ടൊരു 18 ആ ഒരു ടൈമിലൊക്കെ Yes. സാറ് ഭയങ്കര ചെസ് പ്ലെയർ ആന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എങ്ങനെയാ ഒരു ഷെഫിലേക്ക് മാറിയത്? ചെസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമായിട്ട് മാറി. ഇത് പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിന് ഭയങ്കര ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കളിച്ചിട്ടുണ്ട്. ചെസ് സ്റ്റേറ്റിലും നാഷണലൊക്കെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കളിക്കാൻ പറ്റി. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ആർദ്രയ്ക്ക് ഈ അഭിനയം അല്ലാതെ എന്തൊക്കെയാണ് അടുത്ത? അഭിനയം അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഫാഷൻ ഡിസൈനർ ആണ് ആക്ച്വലി. ഓക്കെ. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്നാണ് ഇതിലേക്ക് വഴുതി വീണത്. ഇപ്പൊ ഇത് ഒരു മെയിനായിട്ട് പാഷനായിട്ട്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ആർദ്ര എത്തപ്പെട്ടത്? ഞാൻ ഫാഷൻ ഡിസൈനിങ് ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ FB-ല് ഫോട്ടോ കണ്ടിട്ട് മഞ്ഞുരുങ്കാലം എന്ന് പറഞ്ഞൊരു സീരിയലിലേക്ക് വിളിക്കും. അങ്ങനെയാണ്. ഇതൊക്കെ ഓരോരുത്തരൊക്കെ ഒരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഫേസ്ബുക്കിലെ ചിത്രം കണ്ടിട്ട് അല്ലേ, പ്രൊഫൈൽ പിക്കിട്ട് ലൈക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര മടിച്ചതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും കുറെ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടൊക്കെ വരുന്നതല്ലേ. ഞാൻ ഒട്ടും ആഗ്രഹിച്ചല്ല. പക്ഷെ ഇപ്പൊ അതിനകത്ത് വന്നു അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഒരു സീരിയസ്നെസ് ആയി മെയിൻ പ്രൊഫഷനായിട്ട് മാറി. അപ്പൊ ആരെയാണ് ഇതിനകത്ത് ഇൻസ്പയർ ചെയ്തത്? മലയാളത്തിലെ ഉർവശി ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഇപ്പോഴും ഞാൻ കുറെ മൂവീസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കണ്ടോട്. പഴയത് ഏതൊക്കെയാ? ഒരു റെഫറൻസ് ആയിട്ട് മഴവിൽ കാവടിയാണോ അല്ലെങ്കിൽ മിഥുനോ ആണോ? അയ്യോ, അതൊക്കെ ഒരു രക്ഷയില്ലാത്ത മൂവീസാ. അതെ അതെ. എല്ലാവരും ഒരു അവരുടെ എല്ലാം എടുത്തു പറയാനാണ്. ഭരത വായിക്കട്ടെ, കോമഡി ചെയ്ത കഥാപാത്രങ്ങളായിക്കോട്ടെ, ഇപ്പോഴും അഭിനയിക്കുന്നതാണെങ്കിലും അതെ, എല്ലാത്തിനും അവരെ ഒരു രക്ഷയില്ല. ഈ ഓറഞ്ച് ജ്യൂസ് ഇതിനകത്ത് ഇരുന്ന് കുറുകും. ആ ഓറഞ്ച് അതിനകത്ത് കുക്കാവുമ്പോൾ അതിൻ്റെ ഒരു ഓറഞ്ച് ചട്നിയും ഇതുപോലെ സോൾട്ട് പെപ്പർ ഗാർലിക് ഇട്ട സ്ക്വിഡുമാണ്. ഇത് സ്ക്വിഡ് ഇച്ചിരി വലിയൊരു പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു 5 മിനിറ്റ്സ് മാക്സിമം 5 മിനിറ്റ്സ് കൊണ്ട് ഇത് ഗ്രില്ലായി കുക്കാവും, സോഫ്റ്റ് ആയിട്ട് കഴിയും. ഓക്കെ. അപ്പോൾ ആർദ്രയ്ക്ക് ഇനി പേഴ്സണലി എന്തൊക്കെ തരം വേഷം ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടായിട്ട്? ഞാൻ കണ്ടിന്യൂസ് കുറെ കാലമായിട്ട് നെഗറ്റീവ് റോൾസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണൊന്ന് പോസിറ്റീവിലേക്ക് മാറി. നെഗറ്റീവ് റോൾസ് തന്നെയാണ് ചെയ്യാൻ ഇഷ്ടം. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രസതന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലോ. അതെ. അതില് ബിന്ദു പണിക്കർ ഒരു ക്യാരക്ടർ ചെയ്തിട്ട്. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ. ശരിക്കും എവിടെയാണ് ആർദ്രയുടെ സ്ഥലം? എവിടെയാണ്? ശരിക്കും തൃശ്ശൂർ തിരുവില്ലാമലയാണ്. താമസിക്കുന്ന വയനാടായിരുന്നു, അങ്ങനെയാണോ? അതോ അമ്മയുടെ വീട് വയനാട്. അപ്പൊ ഞാൻ ജനിച്ചതും ഒരു 9th വരെ താമസിച്ചതും വയനാടാണ്. ഓക്കെ. സ്ക്വിഡ് കറക്റ്റായിട്ട് അതിന്റെ കളറൊക്കെ മാറുന്നുണ്ടല്ലോ. എനിക്ക് എന്ത് ചെയ്യുമ്പോഴും നല്ല കളർ വേണം. അതെ അല്ലേ. ആർദ്ര കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഏത് ഡിഷാണ്? ബിരിയാണി. ആണോ? ഒരു 3 ദിവസം മുന്നേ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഒരു സീരിയലിലെ ഡയറക്ടർ തന്നെയാ. അപ്പൊ പുള്ളി വന്നു, കഴിച്ചു, ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. ഇവൻ ഞാനും കഴിച്ചു. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ബിരിയാണി അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന ഡിഷൊന്നും അല്ലല്ലോ. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ബിരിയാണി ഉണ്ടാക്കാൻ ആരും പഠിപ്പിച്ചില്ല. എനിക്ക് മലബാർ ബിരിയാണി അത്ര ഇഷ്ടമല്ല. പിന്നെ അപ്പൊ ഏത് സ്റ്റൈൽ ബിരിയാണി നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ആ ടൈപ്പ് ബിരിയാണി എനിക്ക് ഇഷ്ടം. അപ്പൊ അതിങ്ങനെ യൂട്യൂബ് നമ്മുടെ എല്ലാത്തിനും ഒരു മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നതാണ്. അതെ, കോവിഡ് സമയത്ത് ഒരുപാട് പേര് എത്രയോ വലിയ ഷെഫുമാരൊക്കെ സീരിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ തമാശക്ക് നിങ്ങളൊക്കെ സമയം കിട്ടിയപ്പോൾ ഒന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ കുക്ക് ചെയ്തതാണ്. പക്ഷെ കോവിഡ് ടൈമിൽ കുക്ക് ചെയ്ത് ഒരിക്കൽ പോലും കുക്ക് ചെയ്യാത്ത ആൾക്കാർ കുക്ക് ചെയ്ത് അതൊരു പ്രൊഫഷനാക്കി. കോവിഡ് ടൈം പലതും നമ്മളെ മാറ്റി മറിച്ചു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്ത് കുക്കിംഗ് ആണ്. കാരണം വീട്ടിൽ ഇരിക്കുമ്പം എന്താണോ അവൈലബിൾ, എത്ര നേരമാണ് സിനിമ കാണുക, എത്ര നേരമാണ്. അപ്പോൾ കുക്കിങ്ങിലൊക്കെ ആളുകൾ സ്പെൻഡ് ചെയ്യും. പിന്നീട് പാചകത്തിന് ഒരു വലിയൊരു ആ പാചക രംഗത്ത് ആ ഒരു രംഗത്തേക്ക് ഒരുപാട് ആൾക്കാർ വരാനും പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാനും. മലയാളികൾ സാധാരണ കേരള ഭക്ഷണം മാത്രം ഒരു 90 ട്രാവൽ ചെയ്യുന്നവരൊക്കെയാണ് വേറെ ഭക്ഷണം കഴിക്കുക. അല്ലാത്തുള്ളവർക്ക് അവർക്ക് എന്നും ചോറും തോരനും സാമ്പാറും മീൻകറിയും പരിപ്പേറിയൊക്കെ വേണം. പക്ഷെ അവര് ഇതുപോലെ പുതിയ സംഭവങ്ങളുണ്ട് ട്രൈ ചെയ്ത് ടേസ്റ്റ് രുചിച്ചു നോക്കുമ്പോഴാണല്ലോ അറിയുക ഇതെന്താണ്. അപ്പോൾ ഈ സോസ് ഒന്ന് തിക്നെസ് ആക്കാൻ വേണ്ടിയിട്ട് ലേശം കോൺഫ്ലവർ ആണ്. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഒരു നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ ഒരു ചട്നി പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കോൾഡ് എന്നാലും ഇങ്ങനെ മണം വരുന്നുണ്ടല്ലേ. ഇത് കുറുകി വരുന്നു. സ്ക്വിഡ് റോസ്റ്റായി. അതിൻ്റെ ആ മസാലകളൊക്കെ കറക്റ്റ് കളറ് ദേ. എൻ്റെ അവസാനമായിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയാണ്, അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ, എന്ത് തരം ഇല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കാണാൻ മല്ലിയിലേക്ക് ഇഷ്ടമുള്ളവർ കുറച്ച് മല്ലിയില, ഒരു പൊടിക്ക് ലൈം ജ്യൂസ്,
ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ലേശം ബ്ലാക്ക് പെപ്പർ ഇട്ടു. ഇനി അത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഒരുപാട് നേരം കുക്ക് ആവാൻ പാടില്ല. ഇല്ലില്ല, അത്രയും മതി. സ്ക്വിഡ് ഓവർ കുക്ക് ആയിപ്പോൾ ഇത് ഓൾറെഡി ഇത് അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ മാറി. ഇതേ ഓറഞ്ചിൻ്റെ ചട്നി നല്ല കുറുകി ഇതുണ്ടാവും. ഇതാണ് ആ ഓറഞ്ച് ജ്യൂസിനകത്താണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ചില സീ ഫുഡ് ഇതുപോലെ പ്രോൺസിൻ്റെ കൂടെ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ഒരു അക്കമ്പനിമെൻ്റ് ആയിട്ട് നമ്മൾ ദോശയുടെ കൂടെ തക്കാളി ചട്നി അല്ലെ തേങ്ങാ ചട്നി എന്നൊക്കെ പറഞ്ഞ പോലെ അവർ പലതരം ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ജ്യൂസിൽ അതിൻ്റെ പീലിൽ അതിൻ്റെ ആ ഫ്ലഷൊക്കെ വെച്ചിട്ട് ഇതുപോലെ പലതരം ഇത് നമുക്ക് വേണമെങ്കിൽ ചെറി വെച്ച് ചെയ്യാം. ഏറ്റവും നല്ല പ്ലമ്മാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്ലമ്മിൻ്റെ ചട്നി ഉണ്ട്. ആ പ്ലമ്മിൻ്റെ കളർ അറിയാമല്ലോ. കുക്കായി കഴിഞ്ഞ് പ്ലമ്മിൻ്റെ സ്കിൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ് എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് നേരം ഏതെങ്കിലും ഈ മസ്റ്റർഡ് ഓയിലൊക്കെ വെച്ചിട്ട് കുറേ നേരം ആ സ്കിൻ ഒഴിച്ച് അതിൻ്റെ ഒരു പ്ലമ്മിൻ്റെ കളർ മൊത്തം ആ ചട്നിക്ക് വരും. എന്നിട്ട് ആ പ്ലം കുക്കായിട്ട് ഇതുപോലെ കുറച്ച് വിനിഗർ സോസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതേപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ചെയ്ത സമയത്ത് നമുക്കറിയാം ഇത് അതിൻ്റെയൊക്കെ വേറൊരു വേർഷനാണ്. അതിനകത്ത് തൈരും മാമ്പഴമാണ്. ഇത് ഓറഞ്ചിൻ്റെ ആ ജ്യൂസിനകത്ത് അതിൻ്റെ നീരിനകത്ത് ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്, ഓറഞ്ചിൻ്റെ ഫ്ലഷും ഉണ്ട്. അതിനകത്ത് ടെമ്പറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ജീരകവും പെരിഞ്ജീരകത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്ലേവർ മാറ്റാം. സിനമനും തക്കോലും കൂടി ഇട്ടിട്ട് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവറാണ്. ഏലക്കയും ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ട് ആക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടാം. ചിലപ്പോൾ വയനയില്ല നമ്മുടെ ബേ ലീവ്സും ഈ എണ്ണയ്ക്ക് ബട്ടറിനകത്താക്കി കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ വേറെ ഇതിപ്പോൾ ആ ജീരകത്തിൻ്റെ ഒരു കടിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ പെരിഞ്ജീരകം കൂടെ ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് ആ ഓറഞ്ച് ജ്യൂസ് കുറുകി വരുമ്പം ആ ജ്യൂസ് ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, കണ്ടല്ലോ, ഈ ഓറഞ്ച് ജ്യൂസ് കുറുകിയതാണിത്. അപ്പോൾ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു സാധനത്തിനെ ഒരു ഫുഡിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലേവേഴ്സ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായി. ഓക്കെ, ആർദ്ര ദേ ബ്ലാക്ക് പെപ്പർ ഗ്രിൽഡ് സ്ക്വിഡ് വിത്ത് ഓറഞ്ച് ചട്നി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാം. ആ ഒരു പഴയ മാമ്പഴ പുളിശ്ശേരി അതിന്റെ ഒരു ജീരകം ഉള്ളത് കൊണ്ട് ജീരകമുള്ളതാണ്. ജസ്റ്റ് ആ ഒരു ഓറഞ്ച് കഴിച്ചു നോക്ക്. ഒരു ജസ്റ്റ് ഒരു പീസ് ഓഫ് യെസ് വേറെ തരം സ്വാദല്ലേ. ഇനി ഒരു സ്ക്വിഡ് അല്ലാതെ തന്നെ കഴിച്ചു നോക്കാം. പെപ്പറിന്റെയും ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ സാധാരണ സ്കിഡ് കിട്ടുമ്പോൾ ആ ഒരു രീതി മസാല അടിപൊളി. താങ്ക് യു ആർദ്ര. ഈ ഷോയുടെ പ്രത്യേകത ഇതിനകത്ത് നമുക്കൊരു ഗസ്റ്റുകൾ വരാറുണ്ട്. അവരുടെ കുറേ കഥകൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടവർക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്നവരായിരിക്കും. ചിലർ പല സംരംഭങ്ങളും പല സ്റ്റോറിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ ഉള്ളത് ആലപ്പുഴയിലെ കുട്ടനാട്ടുകാരിയായ വിന്ധ്യ പ്രഭയാണ്. അപ്പം അവരുടെ കുറേ കഥകളൊക്കെ നമ്മൾ കേട്ട് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം, വരൂ. ഇത് പ്രത്യേകിച്ച് ആലപ്പുഴയുടെ പ്രത്യേകത അറിയാമല്ലോ. ഈ നമ്മളൊക്കെ പറഞ്ഞ് പലയിടത്തും കേട്ടിട്ടുണ്ട്. ഏറ്റവും ഈ ബാൾട്ടിമോർ എന്ന് പറഞ്ഞ അമേരിക്കയിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഏറ്റവും നല്ല ഞണ്ട് കിട്ടുന്ന സ്ഥലമാണ്. ബാൾട്ടിമോറിൽ പോയാൽ ഞണ്ട് കഴിക്കണം, ആലപ്പുഴയിൽ അല്ലെ കുട്ടനാട്ടിൽ വന്നാൽ താറാവ് കഴിക്കണം എന്ന് പറയാം. വിദ്യ പറയും എന്താണ് ചെയ്യുന്നത്? ഇതിന് ഭയങ്കര ആഗ്രഹമായിട്ട് ഇങ്ങനെ ഒരു ഷോയിൽ ഇപ്പോൾ ഇവരുടെ കഥകളൊക്കെ ഞാൻ കേട്ടു. ഈ താറാവിനെയൊക്കെ വളർത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറേ ഗസ്റ്റുകളൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വിദ്യ പറയൂ എന്താണ്? ഞാനൊരു IT പ്രൊഫഷണലാണ്. ഇവിടെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഇതിൽ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും എല്ലാം വാത്സല്യം എല്ലാം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും ആൾക്കാരത് കഴിച്ചിട്ട് നല്ലത് പറയാനും ഒക്കെ ഇഷ്ടമാണ്. വീട്ടിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗസ്റ്റുകൾ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. മെയിൻലി നമ്മളുടെ കുട്ടനാട്ടിൽ തന്നെ വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹോം സ്റ്റേ ആയിട്ട് തുടങ്ങി ആലപ്പുഴയിൽ എവിടെയായിട്ടാണ് ശരിക്കും? കൈനഗിരിയിലാണ്. കൈനഗിരി. അവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, ഇപ്പോഴും ഒന്നുമില്ല, വണ്ടിയൊന്നും ചെല്ലൂല. ഐലൻഡാണ്. വീടിന്റെ ഫ്രണ്ടിൽ വലിയൊരു കായലാണ്. ആ കായലിന്റെ സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നതല്ല? അല്ല, താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പാഷൻ എല്ലാം കൂടെ. അതെ. താറാവിനെയൊക്കെ എവിടെ വളർത്തുന്നതൊക്കെ? അവിടെ വീട്ടില് അച്ഛനും അമ്മയുണ്ട് വീട്ടില്. നമ്മൾ അവിടെ തന്നെയാണ്. കുട്ടനാടൻ താറാവിനും സ്പെഷ്യാലിറ്റി ഉണ്ട്. ആക്ച്വലി കുട്ടനാട്ടിലെ താറാവ് കരയിൽ വളരുന്ന താറാവ് പോലെ അല്ല. അതെ, എന്താണ് അതിന്റെ പ്രത്യേകത? അതായത് അവിടുത്തെ താറാവ് മെയിൻലി ചെറിയ മീനുകളെയും ആൽഗെ കഴിച്ചിട്ടാണ്. പിന്നെ എപ്പോഴും വെള്ളത്തിലാണ്. അവരെപ്പോഴും ഭയങ്കര എക്സസൈസ് ആണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇറച്ചിക്ക് എന്താന്ന് വെച്ചാൽ ഫാറ്റ് കണ്ടന്റ് കുറവാ, ലീൻ പ്രോട്ടീൻ ആണ്.
അതായത് ഈ വളർത്തുന്ന താറാവും അത് നമുക്ക് ഒരുപാട് എടുത്ത് നമുക്ക് ബ്രോയിലർ ആയിട്ടുള്ള ചിക്കൻ പോലെ തന്നെ ഡക്കും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഈ അതെ അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡക്കിൻ്റെ ഒക്കെ ഏറ്റവും കേരളത്തിൽ ഈ മലബാറൊന്നും ആളുകൾ താറാവിനെ കുറിച്ച് ഇപ്പോൾ അറിയത്തുമില്ല, വളരെ അവർ കഴിക്കാത്തതുകൊണ്ടാണ്. യൂറോപ്പിലൊക്കെ ഏറ്റവും അവരുടെ ഫേവറേറ്റ് മീറ്റ് ഡക്കാണ്. ഡക്കിൻ്റെ ബ്രസ്റ്റൊക്കെ ഗ്രില്ല് ചെയ്ത് അത് പിങ്ക് കളറിൽ ചോര അതിൻ്റെ ബ്ലഡ് കിട്ടണം എന്നാൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഫീമെയിൽ ഡക്ക്, മെയിൽ ഡക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഡക്കിന് സ്പെഷ്യൽ പ്രൈസാണ്. അപ്പോൾ ഒരു ബാർബറി ഡക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. അപ്പോൾ ആ സ്ഥലത്തെ മെനുവിനകത്തൊക്കെ എഴുതും ഫീമെയിൽ ബാർബറി ഡക്ക് എൻ്റെ ബ്രസ്റ്റ് ഗ്രിൽഡ് വിത്ത് ഓറഞ്ച് ഹണി സോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സ്പെഷ്യൽ ഡിഷുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടുത്തെ ഇവർ കുട്ടനാട്ടിലെ താറാവിൻ്റെ ഞാനത് നേരിട്ട് ചോദിച്ചറിഞ്ഞത് ഓർഗാനിക്കലി വെള്ളത്തിൽ മാത്രം വളരുന്നു. അതിൻ്റെ ഫീഡ് അത് സ്വന്തമായിട്ട് അതിൻ്റെ പായലും അവിടുത്തെ ചെറിയ മത്സ്യങ്ങളെ കഴിച്ച് വരുന്നതിൻ്റെ ഇറച്ചിക്ക് ഭയങ്കര ഒരു ഫ്ലേവർ. അല്ല നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്ത് കഴിപ്പിക്കുന്നതും സ്വന്തമായിട്ട് തീറ്റ തേടി എക്സസൈസ് ചെയ്ത് ലീനായിട്ട് അതിനകത്ത് ഓടി അല്ല വീട്ടിൽ കൂട്ടിലെടുത്താൽ മടി പിടിച്ചിങ്ങനെ കിടക്കും ഫാറ്റ് വരും. ഇത് എപ്പോഴും വെള്ളത്തിൽ കിടന്ന് നീന്തലാണ് ഇതിന്. അപ്പോൾ ആ ഒരു താറാവ് അമേസിങ്. അതേപോലെ ഇഷ്ടംപോലെ മീനും കിട്ടും. ഫ്ലഷിന് കുറച്ചൊരു സ്വീറ്റ്നെസ് ഉണ്ട്, പ്രോട്ടീൻ്റെ ഒരു ടിൻഡ് ഓഫ് സ്വീറ്റ്നെസ് ഉണ്ട് ഇതിന്റെ ഫ്ലഷിന്. മറ്റേത് ഫാറ്റ് ആയതുകൊണ്ട് അത്ര സ്വീറ്റ് അല്ല, പിന്നെ കുറച്ചുകൂടെ മീറ്റ് കുറച്ചുകൂടെ ഹാർഡ് ആയിരിക്കും. ഇത് പക്ഷെ അങ്ങനെ ഈ കുക്കിംഗ് ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? അമ്മ. അവർ പണ്ട് തൊട്ടേ അവിടെ എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണ്, വീട്ടിലെല്ലാവരും കുക്ക് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇത്രയും താറാവ് ഉണ്ടായിട്ട് താറാവിനെ ഏത് കറിയാണ് എപ്പോഴും വെക്കല്? താറാവ് മപ്പാസ്. ഇതാണ് എന്റെ ഡിഷ്. എങ്ങനെയാണ് എന്റെ റെസിപ്പി? താറാവിനെ ആദ്യം എണ്ണയിലിട്ട് വഴട്ടും. ഓക്കെ. ചെയ്തിട്ട് മീറ്റ് വേറൊന്നും ചേർക്കില്ല, ആദ്യം എണ്ണയിലിട്ട് വഴട്ടിയെടുക്കും. എന്നിട്ടാണ് നമ്മളതിനെ വേവിക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കും. പിന്നെയാണ് നമ്മൾ മസാല ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അതിന്റെ രണ്ടാം പാലിൽ നമ്മൾ 2 മണിക്കൂറൊക്കെ എടുത്താണ് കുക്ക് ചെയ്യുന്നത്. സ്ലോ കുക്ക്, വളരെ സ്ലോയില് നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിൽ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യും. പിന്നെ ലാസ്റ്റ് മസാല എല്ലാം ചേർത്തിട്ട് ഒന്നാം പാലൊഴിച്ച്. കുട്ടനാടിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഡിഷുമായിട്ടാണ് വിന്ധ്യ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി കൂടുതൽ സംസാരിക്കാൻ വയ്യ, ടേസ്റ്റ് ചെയ്യണം. അതിന്റെ കൂടെ എന്താണ് വന്നിരിക്കുന്നത്? കപ്പയും കക്കയിറച്ചിയും കൂടെ, അതും അവിടുത്തെ കപ്പയും കക്കയിറച്ചിയും കൂടെ ഉള്ള ഒരു ഡിഷ്. പിന്നെ ആറ്റിലെ കൊഞ്ച് ചതച്ച് വറുത്തത്. ആറ്റിലെ കൊഞ്ച്, കായലിലെ കൊഞ്ച് കേട്ടിട്ടുണ്ട്, കടലിലെ കൊഞ്ച് കേട്ടിട്ടുണ്ട്, പലതരം റോക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്, പലതരം പ്രോൺസിന്റെ ഉണ്ട്. റോക്ക് പ്രോൺസ് എന്ന് പറയും, റോക്ക് ഷ്രിംസ് എന്ന് പറയും. അതൊക്കെ മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഈ പാറയുടെ അടിക്കട്ടി മാത്രം കിട്ടുന്നത്. അതിനൊരു വേറൊരു ഫ്ലേവർ. ആറ്റെന്ന് പറയുന്നത് പുഴ, അവിടുത്തെ ആ ഒരു മഡിലുള്ള പ്രോണാണ്. സിഗ്നേച്ചർ മെനു ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കറക്റ്റ് ഒരു സ്ഥലത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകത പറഞ്ഞ ആ ഒരു ഭാഗത്തെ സംഭവം എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. വരൂ. ഇതിനകത്ത് ഉരുളക്കിഴങ്ങുണ്ട് അല്ലേ? അതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് വറുത്തതും ഇടും. ക്യാരറ്റ് വറുത്തിടും. ഉരുളക്കിഴങ്ങ് വറുത്തയാണോ? അല്ലല്ല, ഡക്കിന്റെ കൂടെ തന്നെ വേവിച്ചതാണ്. ഓക്കെ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അതിൻ്റെ ഒരു ഓർഗാനിക് ഒന്നും പറയാനില്ല. നല്ല എനിക്ക് പറയാം, നിങ്ങൾ ആലപ്പുഴയിലൊക്കെ വന്നിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ്. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വല്ല അവിടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ, മറ്റ് ജില്ലയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഡക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഓർഗാനിക്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന, അതായത് നാച്ചുറലി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആ നാച്ചുറലി ഉള്ള ഒരു റെസിപ്പിയിൽ അതേ മെത്തേഡിൽ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള രുചിയും അതിൻ്റെ സ്വാദ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ആക്ച്വലി ഡക്ക് കഴിക്കില്ല. ആണോ? ഡക്ക് കഴിക്കില്ല. അപ്പൊ ഇത്രയും പറഞ്ഞല്ലോ അത് സ്ലോ കുക്ക് അതെ ഒരു മണമുള്ളത് കൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പക്ഷെ ഞാൻ ഗ്രേവി ടേസ്റ്റ് ചെയ്തേ, പക്ഷെ അടിപൊളി. ആ ചെമ്മീൻ കഴിച്ചു നോക്കൂ. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പി. അത് ഉള്ളിയും മുളകും വെച്ച് ചതച്ചെടുക്കുന്ന, ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഇത്രയും കൊഞ്ചിന്റെ കൂടെ വെച്ച് ചതയ്ക്കും. അമ്മിക്കല്ലിൽ വെച്ച് ചതയ്ക്കും. എന്നിട്ട് എണ്ണയിൽ കൊഞ്ചും ചതയ്ക്കും. വലിയ കൊഞ്ച്, മറ്റേ ലോബ്സ്റ്ററിന്റെ വലിപ്പമുള്ള. ഇവർ ഈ കൊഞ്ചെന്ന് പറയുന്നതിന്റെ ഒറിജിനൽ പേര് ലംഗോസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്, മീശക്കാരൻ. അത് അതിന്റെ ഒരു ഇംഗ്ലീഷ് പേര്. അത് US-ലൊക്കെ അറിയപ്പെടുന്ന ലംഗോസ്റ്റിൻ എന്നാണ്. അതിന്റെ ഇംഗ്ലീഷിൽ നമ്മളിവിടെ അറിയപ്പെടുന്ന സ്കാംബി എന്നാണ് പേര്. അപ്പോൾ ആ സ്കാംബി എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കൊഞ്ചെന്ന് പറയുമ്പോൾ സാധാരണ ഷ്രിംസ് ഇല്ലേ, പ്രോൺസ് എന്ന് പറയുന്ന സാധനം അല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇടിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊഞ്ചാണെന്ന്. അമേസിങ് വിന്ധ്യ. എന്തായാലും ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്ന് നേരിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൻ്റെ വെനീസാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ട് ലോകത്തിൽ ഒരു തവണയെങ്കിലും കാണണമെന്ന് പറഞ്ഞ പോലുള്ളൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ. കേരളം മൊത്തത്തിൽ ആലപ്പുഴ പ്രത്യേകിച്ച് അറിയാം, ചെറിയ ചെറിയ കനാൽസും മില്യൺസ് ഓഫ് കോക്കനട്ട് ട്രീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഐലൻഡിലാണ്, ബോട്ടിലാണ് പോകേണ്ടത്. ഷിപ്പ് ഹൗസ് ആണ്. അപ്പം ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. വിളിച്ചിട്ട് പോയി സ്റ്റേ ചെയ്താൽ ഇതുപോലൊക്കെ ഒരു ഫുഡൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെ നാടൻ താറാവ് കറി, മപ്പാസും കക്കയും കപ്പയും കൂടെയുള്ള സംഭവം, അതുപോലെ ഈ വലിയ ലങ്കോസ്റ്റിൻ ചതച്ച് വറുത്തൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു അമേസിങ് ഹോളിഡേ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോയി നോക്കണം അല്ലേ? ഉറപ്പായിട്ട് നമ്മളെല്ലാവരും വരും, എന്തായാലും വരും. അപ്പോൾ താങ്ക് യു വിദ്യ, ഇങ്ങനൊരു പരിപാടിയിൽ വന്നതും നമുക്ക് ഇത്രയും എഫർട്ട് എടുത്തിട്ട് ഈ ഒരു 3 ഡിഷൊക്കെ അത് 3 എക്സോട്ടിക് ആയിട്ടുള്ള ഡിഷാണ് കൊണ്ടുവന്നേക്കുന്നത് അല്ലേ? സന്തോഷം. അതുപോലെ ആർദ്ര, താങ്ക് യു, ഈ ഷോയിൽ വന്നു. അപ്പോൾ ഇനിയുള്ള സമയത്ത് പുതിയ ഈ ഒരു വർഷം മുഴുവൻ, ഈ വർഷമല്ല ഇനിയുള്ള സമയത്ത് ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഭക്ഷണത്തിന്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.